വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഡിയാക്കുന്നത് പ്രോൺസ് ബിരിയാണിയാണ്. അതിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് പ്രോൺസിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിൽ ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്തുള്ള ചെമ്മീനുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണ ചൂടാകുമ്പോഴും ഈ പ്രോൺസ് എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചു. വേറൊരു കടായിലേക്ക് എണ്ണ വെച്ചതിന് ശേഷം 2 ബേ ലീഫ് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് സ്പൈസസ്, നമ്മൾ ബിരിയാണിയിൽ സാധാരണ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വന്നാൽ ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ടെടുക്കാം. അത് മൂത്ത് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് അതൊന്ന് അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറിക്കോട്ടെ. എന്നിട്ട് നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബൗള് തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുക. ഈ ഒരു ബൗളിൽ നമ്മൾ അരി എടുക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബൗളിൽ ഞാൻ കാണിക്കുന്നത്. നമ്മളതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒരു 1/2 മുറി തേങ്ങ എന്നുള്ള പാലെടുക്കുക. എന്നിട്ടത് മൂടി വെച്ചിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വന്നോട്ടെ. ഇനി ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിന ഇല ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി ചേർക്കുന്നത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ബിരിയാണി അരിയാണ്. ഏത് റൈസ് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ജീരകശാല അരിയാണ്, അതുകൊണ്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ്. എന്നിട്ട് കുറച്ച് നാരങ്ങ നീര്, ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഗരം മസാല പൗഡറും കൂടെ ഇട്ടിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കുക്കിംഗ് ടൈമൊക്കെ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ അനുസരിച്ചിട്ടും അതുപോലെ നമ്മുടെ അരിയുടെ ആ ഒരു ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കുക്കിംഗ് ടൈം കേട്ടോ. അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് വേവിച്ചിട്ടെടുക്കുക. വെന്ത് കഴിഞ്ഞാൽ നെയ്യിട്ടു, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസും കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് നമ്മൾ 1 മുറി തേങ്ങയിൽ നിന്നുള്ള പാലാണ് എടുത്തത്. അപ്പോൾ അതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കരുത്, കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലായിട്ട് എടുക്കണം. അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.